ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്, അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് വെച്ചിട്ടുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇറച്ചിപ്പുട്ടാണ്, ചിക്കൻ്റെ മസാല വെച്ചിട്ടുള്ള ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രീസറിൽ നിന്ന് കുറച്ച് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. ഞാൻ ഇതേപോലെ ചോറ് ബാക്കിയാവുമ്പോൾ ഇങ്ങനെയാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. 2-3 തവണ ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റവ പോലെ കിട്ടും. ചെറിയൊരു വെറ്റും ഉണ്ടാവും, അതിൽ വെള്ളം നനവ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ ചോറും ഇതേപോലെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ നമ്മുടെ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. സാധാരണ നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ പുട്ട് നനക്കുക, അതൊന്നും വേണ്ടതിൽ നമ്മുടെ ചോറിൻ്റെ നനവ് തന്നെ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒനിയനും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 മീഡിയം സൈസ് ഒനിയൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒനിയന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒനിയൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഫെനൽ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ സമയം കറി ലീഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒനിയൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചിക്കന് മുന്നേ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒനിയൻ്റെ മസാലയിലേക്ക് ചിക്കൻ്റെ പകരം ബീഫ് ആഡ് ചെയ്യുക, ലാമ്പ് ആഡ് ചെയ്യുക, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് നമ്മുടെ ഒനിയൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുട്ടിൽ കൂടെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ചിരവിയത്, പിന്നെ ചിക്കൻ്റെ മസാല, പിന്നെ നമ്മൾ പുട്ടുപൊടി, അങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുട്ടുംകുടത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റീം വരുമ്പോൾ നമുക്കത് എടുക്കുക. അതേപോലെ തന്നെ ഞാൻ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. ചിരട്ടപ്പുട്ട് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പുറത്തേക്ക് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിരട്ടപ്പുട്ടിൽ നിന്ന് സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ചോറ് ബാക്കിയാകുമ്പോൾ ഇതുപോലെ ഫ്രീസറിലൊക്കെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. അപ്പോൾ അരിപ്പൊടി ഇവിടെ ആവശ്യമില്ല, കുറച്ച് മാത്രം അരിപ്പൊടി ആവശ്യമുള്ളൂ നമുക്ക്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പുട്ടുകുടത്തിൻ്റെ മേളിലാണ് ചിരട്ട വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ അത് ശരിയായില്ല. എന്നിട്ടാണ് ഞാൻ കുക്കറിൻ്റെ മേളിലേക്ക് വെച്ചത്. അപ്പോഴാണ് കേട്ടോ സ്റ്റീം വന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പുട്ടായിരുന്നു. നമ്മുടെ ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. അതും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. മഴ നിന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് കടലാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ കടലാണ് കേട്ടോ. അപ്പം നല്ല കാറ്റായിരിക്കും ഇവിടെ. ഇനി ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വെറ്റ് ടിഷ്യൂ കൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നല്ല മണവും കിട്ടും. വെറ്റാവണ കാരണം പൊടിയൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം കാർപ്പറ്റും പകുതി ഭാഗം പ്ലാസ്റ്റിക് വുഡൻ മാറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം ഞാൻ ഒന്നുപോലെ ബ്രഷ് ചെയ്യും, അതില്ലെങ്കിൽ ഊവറടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ ഭാഗം മാത്രമേ നമ്മൾ മപ്പ് ചെയ്യുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആൻറ്റി ബാക്ടീരിയൽ വൈപ്പാണ് കേട്ടോ. അത് നല്ല സ്മെല്ലാവുക. സ്ട്രോബെറിയുടെ റാസ്ബെറിയുടെ ഒക്കെ പല ഫ്ലേവറുള്ള നല്ല സ്മെല്ലാവുക ഇതിന്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും നടക്കും, നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല മണവും കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. ഇനി രാവിലത്തെ ഈ ജോലികളൊന്നും കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കുക്കിങ്ങൊക്കെ ഉണ്ടാവുള്ളൂ. രാത്രികൾക്കുള്ളതൊക്കെ ഞാൻ 7 മണിക്ക് ശേഷമാണ് കുക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒന്നുകൂടി തണവായ കാരണം ആ തിന്നുന്ന സമയത്ത് മാത്രമേ നമ്മൾ കുക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ, അപ്പോൾ വേഗം നമ്മൾ വെച്ചുണ്ടാക്കുന്നതൊക്കെ ചൂടാറും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇറച്ചിപ്പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.